വെൽക്കം ടു ഓൾ. നമുക്കിനി ഞാൻ പറഞ്ഞ പോലെ വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്നോർമൽ ഗെയിൻ വരുന്ന ഒരു പ്രോബ്ലം. അത് ആക്ച്വലി എക്സാമ്പിൾ 12 തന്നെയാണ്. അതിൻ്റെ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് മാത്രമാണ് 1500 ഉള്ളൂ. 1400 പകരം 1500 മാത്രം. ജസ്റ്റ് പോലെ ഡ്യൂറിങ് ജാനുവരി 2017 2000 യൂണിറ്റ്സ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോർമൽ ലോസ് 5%. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് 1400 പകരം 1500 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. 460 യൂണിറ്റ്സ് ആണ് എന്ത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ 75, ലേബർ 15, ഓവർ ഹെഡ് 50% എന്ന് തന്നെയാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ എക്സാമ്പിൾ 12 സെയിം പ്രോബ്ലം, അതിലൊരു ഐറ്റത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1500 മാത്രം. സോ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കി നോക്കൂ, ഇൻപുട്ട് ഒന്നുണ്ടാവും, യൂണിറ്റ്സ്, ഔട്ട്പുട്ട്, യൂണിറ്റ്സ്, ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ്റെ കോളം, ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജും യൂണിറ്റ്സ്. അപ്പോൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് നമ്മൾ എക്സാമ്പിൾ 12 പോലെ തന്നെയാണ്. എത്രയാണ്? 2000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത് എഴുതി 2000 ടോട്ടൽ ചെയ്യുക. ദെൻ നോർമൽ ലോസ് ഉണ്ട് എക്സാമ്പിൾ 12. അപ്പോൾ നോർമൽ ലോസ് 5% ആണ്. അപ്പോൾ 2000 ഇൻറ്റു 5/100 നോർമൽ ലോസ് 100. അപ്പോൾ ഇനി കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1500 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1500 എഴുതി. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 460 തന്നെയാണ്. അതിന് മാറ്റമൊന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460 യൂണിറ്റ്സ്. അപ്പം നോക്കി നോക്ക് നിങ്ങൾ, 1000, 1500, 460 ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ്? 2060 സോ 2000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ ഔട്ട്പുട്ടായിട്ട് വി ഗെറ്റ് 2060 ആണ്. സോ അതായത് 60 യൂണിറ്റ്സ് എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്നോർമൽ ഗെയിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ്. നമ്മളത് ഔട്ട്പുട്ട് കോളത്തിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ വി വിൽ ഡിഡക്ട് ദ അബ്നോർമൽ ഗെയിൻ ഫ്രം ഔട്ട്പുട്ട് കോളം ആൻഡ് കൺവേർട്ട് ഇൻ ടു ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ ആസ് 100% കംപ്ലീറ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു? 60 യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിൻ, അത് നമ്മൾ ലെസ് ചെയ്യുക. ലെസ് അബ്നോർമൽ ഗെയിൻ 60. സോ കോളം 2000 ആയി. ഇനി നമുക്ക് EP കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ ലോസിൻ്റെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ അങ്ങനെ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹൈഫൺ ഇട്ട് പോവും. ഇനി കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആണെങ്കിൽ നമുക്കറിയാം 1500 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൻ്റെ കംപ്ലീഷൻ എങ്ങനെയാണ്? 100% കംപ്ലീറ്റഡ് ആയി എന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറ്. സോ 1500 ഇൻറ്റു 100/100 1500. ലേബറും അതുപോലെ തന്നെയാണ്. 1500 ഇൻറ്റു 100/100 1500. ഓവർ ഹെഡും അങ്ങനെ. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് എക്സാമ്പിൾ 12 പോലെ തന്നെയാണ്. 75%, 50%, 50%. സോ നമ്മളത് കാണുമ്പോൾ എന്താണ്? 75%, 50%, 50%. സോ 460 ഇൻറ്റു 75/100 345. 460 ഇൻറ്റു 50/100 230. 460 ഇൻറ്റു 50/100 230. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ യൂണിറ്റ്സിൻ്റെ അവിടെ 1845, ഇവിടെ 1730, ഇവിടെ 1730. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ ആണുള്ളത്. നമുക്കറിയാം അബ്നോർമൽ ഗെയിൻ ലെസ് ചെയ്ത പോലെ നമ്മളെല്ലാ എലമെൻറ്റിനും അത് ലെസ് ചെയ്യണം. സോ എന്താണ്? അബ്നോർമൽ ഗെയിൻ 100% കംപ്ലീറ്റ് ആയ പോലെയാണ് ട്രീറ്റ് ചെയ്യുക. 100%, 100%, 100%. സോ എന്താണ്? മെറ്റീരിയലിൽ 60 അബ്നോർമൽ ഗെയിൻ ഉണ്ട്, ലേബറിനെ സംബന്ധിച്ച് 60 ഉണ്ട്, ഓവർ ഹെഡും 60 ഉണ്ട്. സോ ഇറ്റ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ എമൗണ്ട്. 1845 മൈനസ് 60 1785 മെറ്റീരിയലിൻ്റെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ. ഇവിടെ 1730 മൈനസ് 60 1670. ഇവിടെ 1730 മൈനസ് 60 1670. സോ അബ്നോർമൽ ഗെയിനും അതിൻ്റെ
ഇക്വാലൻറ്റ് പ്രൊഡക്ഷനും കൺസേൺഡ് ഐറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. അത് മറന്നു പോകരുത് കുറച്ച് കാണിക്കാനായിട്ട്. ഇതിൽ അബ്നോർമൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വർക്കിംഗ് നോട്ട് തന്നിട്ടുണ്ട്. നമുക്കതറിയാം. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് നോർമൽ ലോസ് ആണ്. അപ്പോൾ 2000 മൈനസ് 5%, 1900 യൂണിറ്റ്സ്. അതിന് എന്ത് ചെയ്യുക, ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കുക, 460. സോ 1440 യൂണിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ 1500 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ അബ്നോർമൽ ഗെയിൻ 16. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഒരു അടുത്ത ടൈപ്പ് പ്രോബ്ലം ആണ് വെൻ ദർ ഈസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആസ് വെൽ ആസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അങ്ങനെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ്, അതായത് വർക്ക് ടു ബി ഡൺ ഇൻ പ്രോസസ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷനിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എവിടെ എഴുതും, ഇൻപുട്ട് കോളത്തിൽ നമ്മൾ എഴുതും, ഔട്ട്പുട്ട് കോളത്തിൽ നമ്മൾ എഴുതും. നമുക്കത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം, നോക്കാം. ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ prepare a statement of equivalent production. Opening work in progress in process B 800 units on which the stage of completion is material 60%, labor and overhead 40%. ഇനി അടുത്ത ഐറ്റം, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ് ബി 3000 യൂണിറ്റ്സ്, completed and transferred 2400 units, closing work in progress 1000 units on which stage of completion material 80%, labor 70%, overhead 70%. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. നമ്മൾ പറഞ്ഞു വി ഹാവ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഇൻപുട്ട് കോളത്തിലും ഔട്ട്പുട്ട് കോളത്തിലും എഴുതും. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയും തന്നിട്ടുണ്ട്, 800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ്സ്. അത് നമ്മൾ ഇൻപുട്ട് കോളത്തിലും ഔട്ട്പുട്ട് കോളത്തിലും എഴുതി. ഇനി നമുക്ക് ഇൻപുട്ട് കോളത്തിൽ എഴുതാനുള്ള ഒരു കാര്യമാണ് ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ്ഡ്. എത്രയാണ്, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ്സ് എത്രയാണ്, 3000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് എത്രയായി, 3000 ആയി. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ഇൻപുട്ട് 3000. അപ്പോൾ മൊത്തം യൂണിറ്റ്സ് എത്രയുണ്ട് പ്രോസസ്സിൽ, 3800 യൂണിറ്റ്സ് ആണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് കോളത്തിൽ എഴുതാം. ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് കോളത്തിൽ വി ഹാവ് ടു റൈറ്റ് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്, 800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതവിടെ എഴുതി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി അടുത്തായിട്ട് എന്താ എഴുതാനുള്ളത്, യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, 2800 ആണ്. അപ്പോൾ നമുക്കറിയാം ആക്ച്വൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് മൈനസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് മൈനസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് നമ്മൾ എഴുതേണ്ടത്. കാരണം ഈ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൽ എന്തുണ്ട്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടി ഉണ്ട്. സോ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൽ നിന്ന് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആക്ച്വൽ ഈ പ്രോസസ്സിനകത്ത് ആക്ച്വലി പ്രോസസ്സ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പം 3000 മൈനസ് 1000 ഏത് വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 2800 യൂണിറ്റ്സ് തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അത് അങ്ങനെ കൊണ്ടുപോയി എഴുതരുത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഓപ്പണിംഗ് ഈ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൽ എന്തൊക്കെ ഉണ്ടാവും, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഉണ്ടായിരുന്നത് ട്രാൻസ്ഫർ ചെയ്തതും ഉണ്ടാവും. നമ്മൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്
എന്താണ് കംപ്ലീറ്റഡ് ആയതും ഉണ്ടാവും. ഇവിടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് 800 യൂണിറ്റ്സ് എന്ന്. അപ്പോൾ വീണ്ടും അത് ഇവിടെ എഴുതേണ്ട കാര്യം ഇല്ല. സോ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ദർ ഈസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സ് കുറയ്ക്കണം. അതായത് 2800 മൈനസ് 800. അല്ലെങ്കിൽ വേറൊരു വഴിയുള്ളത് എന്താണ്? നമ്മുടെ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് എന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കാം. അതായത് 3000 മൈനസ് 1000. അതാണ് ഇവിടെ വർക്കിംഗ് നോട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 3000 മൈനസ് 1000. അതല്ലെങ്കിൽ എന്താണ്? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് മൈനസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. സോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ കൊണ്ടേ എഴുതരുത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ യൂണിറ്റ്സ് ഓഫ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. സോ അതാണ് നമ്മളിവിടെ 2000 എന്ന് എഴുതിയത്. അതായത് 2800 മൈനസ് 800. അപ്പോൾ 2000. ഇനി അടുത്ത ഐറ്റം എന്താണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 1000 യൂണിറ്റ്സ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വാലന്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെയാണ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്കറിയാം എങ്ങനെ കൺവേർട്ട് ചെയ്യുക? പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ് ആണ് നമ്മൾ എടുക്കുക. യൂണിറ്റ്സ് ഇൻറ്റു പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ എത്രയാണ്? സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ 60%. അതല്ല അവിടെ എഴുതുക. വി വിൽ കൺവേർട്ട് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഇക്വാലന്റ് പ്രൊഡക്ഷൻ ബൈ യൂസിങ് പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ്. അപ്പോൾ 60% കംപ്ലീറ്റ് ആയി. ബാക്കി എത്രയാണ്? 40% കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പം അതായിരിക്കും എന്ത് ഈ പ്രോസസ്സിൽ എന്താണ് കംപ്ലീറ്റ് ആയി ഉണ്ടാവുക. നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഇക്വാലന്റ് പ്രൊഡക്ഷൻ ആണ് വേണ്ടത്. 60% വരെ കഴിഞ്ഞ പ്രോസസ്സിൽ കംപ്ലീറ്റ് ആയിരുന്നു. എന്നിട്ടാണ് ഈ പ്രോസസ്സിൽ വെച്ചിരിക്കുന്നത്, അതായത് ഇക്കൊല്ലത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലം ഈ പ്രോസസ്സിൽ എത്ര കംപ്ലീറ്റ് ആയി ഉണ്ടാവുക? 40%. അപ്പോൾ 40. ഇനി എന്താണ്? ലേബർ ആൻഡ് ഓവർ ഹെഡ് 40% ഓൾറെഡി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇക്കൊല്ലം ഈ പ്രോസസ്സിൽ എത്രയും കംപ്ലീറ്റ് ആയി ഉണ്ടാവുക? ബാക്കിയുള്ള 60%. അപ്പോൾ 60. അപ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഇക്വാലന്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്താണ്? പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ് ആണ്. ഓൾറെഡി കംപ്ലീറ്റഡ് അല്ല. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യണ പോലെ അല്ല. അപ്പോൾ മെറ്റീരിയൽ 60% കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇവിടെ 40%. ലേബർ 40% കംപ്ലീറ്റ് ആണ്. സോ ഇനി കംപ്ലീറ്റ് ആവുള്ളത് 60. നമ്മൾ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. 800 ഇൻറ്റു 40/100 320 യൂണിറ്റ്സ്. 800 ഇൻറ്റു 60/100 450 ലേബറിൻ്റെ കേസിൽ. ഓവർ ഹെഡിനും 450. ഇനി അടുത്ത ഐറ്റം കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൻ്റെ എമൗണ്ട് എത്രയാണ്? 2000 ആണ്. ക്വസ്റ്റ്യനിൽ 2800 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്തും കൂടി ഉണ്ട്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ കുറയ്ക്കണം. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ചെയ്തതാണ്. അപ്പോൾ 2800 മൈനസ് 800 2000 ആണ് ഈ പ്രോസസ്സിലെ ഇൻപുട്ട് ആൻഡ് ട്രാൻസ്ഫേർഡ്. സോ 2000 നമുക്കറിയാം. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 100% കംപ്ലീറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പോൾ ഇക്വാലന്റ് പ്രൊഡക്ഷൻ 100 100 100. അപ്പോൾ അതൊക്കെ 2000 ഇൻറ്റു 100/100 2000. 2000 ഇൻറ്റു 100/100 2000. 2000 ഇൻറ്റു 100/100 2000. അങ്ങനെയാണ് വരിക. സോ അത് നമ്മൾ 2000 എന്ന് പറഞ്ഞ് എഴുതി. ഇനി അടുത്തത് എന്താണ്? ഐറ്റം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1000 യൂണിറ്റ്സ് ആണെന്ന്. അതിൻ്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 80%, ലേബർ 70%, ഓവർ ഹെഡ് 70%. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് നമ്മൾ ഇക്വാലന്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് വെച്ചിട്ടാണ്. ബിക്കോസ് ആ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോസസ്സിൽ
ഇൻ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അത് നമ്മൾ എങ്ങനെ തന്നെയാണ് കംപ്ലീറ്റഡ് പെർസെൻറ്റേജ് വെച്ചിട്ട് തന്നെയാണ് ഇ പിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മെറ്റീരിയൽ എത്ര പെർസെൻറ്റേജ് ആണ്? 80%, ലേബർ 70, ഓവർ ഹെഡ് 70. അപ്പോൾ 1000 × 80/100 800, 1000 × 70/100 700, 1000 × 70/100 700. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈവൻ ക്വസ്റ്റ്യനിൽ അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നിന്ന് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറച്ചിട്ട് വേണം ഔട്ട്പുട്ട് കോളത്തിൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എഴുതാൻ. കാരണം നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൾറെഡി സെപ്പറേറ്റ്ലി കാണിക്കുന്നുണ്ട്. പിന്നെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇക്വാലൻ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ് ആണ്. കാരണം ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കംപ്ലീറ്റ് ചെയ്തു തന്ന പെർസെൻറ്റേജ് എന്താണ്? കഴിഞ്ഞ കൊല്ലം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇക്കൊല്ലം കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നിന്ന് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കാൻ കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കുറയ്ക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോവും. നമുക്ക് യൂണിറ്റ്സ് കോളം ടോട്ടൽ ചെയ്യാം. 800, 2000, 1000, 3800 ടാലിയായി ഇൻപുട്ട് ഔട്ട്പുട്ടും വെച്ചിട്ട്. മെറ്റീരിയലിൻ്റെ കോളം ടോട്ടൽ ചെയ്യാം. 320, 2000, 800, 3120. ലേബർ 450, 2000, 700, 3150. ഓവർ ഹെഡ് 450, 2000, 700, 3180. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാര്യം തെറ്റരുത്. അതിൻ്റെ ഇക്വാലൻ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് നീഡ് ടു ബി കംപ്ലീറ്റഡ് വെച്ചിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞത് ഈ പ്രോസസ്സിൽ കംപ്ലീറ്റ് ആയതല്ല, കഴിഞ്ഞ പ്രോസസ്സിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം കംപ്ലീറ്റ് ആയത് ക്യാരി ഫോർവേഡ് ചെയ്യണതാണ് ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമുക്ക് വേണ്ടത് ഈ പ്രോസസ്സിൻ്റെ, അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സിൽ എത്ര ശതമാനം ഇക്വാലൻ പ്രൊഡക്ഷനായി എന്നതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നീഡ് ടു ബി കംപ്ലീറ്റഡിൻ്റെ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉള്ളപ്പോൾ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നിന്ന് എന്തു കുറയ്ക്കണം? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറച്ചിട്ട് വേണം കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്